വേൾഡ് കപ്പ് കഴിഞ്ഞെന്ന് എഴുതി ഫാൻസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി വരുമായിരുന്നു. അപ്പോഴാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത്. അപ്പോൾ വേൾഡ് കപ്പിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ, എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ. ചെൽസി വീണ്ടും ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ അടിച്ചു. ഗർണാച്ച വീണ്ടും ക്ലബ്ബ് മാറി. കസമിറോ ഇനി മെസ്സിയുടെ കൂടെ കളിക്കും. ആർസണൽ മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ സ്മാർട്ടസ്റ്റ് മൂവ് ഏതാണ്, അതുപോലെ ബിഗ്ഗസ്റ്റ് റിസ്ക് ഏതാണ്, അതാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ബോക്സ് ബോക്സ്. ആദ്യം ചെൽസി ഓണേഴ്സിന് ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയാണ്. എനിക്കതാ മനസ്സിലായത്. കാരണം വാലറ്റ് തുറന്നാൽ പിന്നെ ഇവർ ക്ലോസ് ചെയ്യാൻ മറക്കും. മോർഗൻ റോജേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം ഒഫീഷ്യലി ഏകദേശം ബ്രിട്ടീഷ് റെക്കോർഡ് 117 മില്യണിന് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു പ്ലെയറിന് കൊടുക്കുമ്പോൾ പ്രഷർ ഓട്ടോമാറ്റിക്കായി വരും. പക്ഷെ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഈ റോജേഴ്സ് എന്ന് പറയുന്ന പുള്ളി ഓർഡിനറി പ്ലെയർ ഒന്നും അല്ല. ലാസ്റ്റ് സീസൺസ് നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ആസ്റ്റൺ വില്ലയിൽ അസിസ്റ്റ്, അതേപോലെ വേഴ്സ്റ്റാലിറ്റി, നമുക്ക് ഈ ലെഫ്റ്റ് വിങ്ങിലൂടെ പുള്ളി എടുക്കുന്ന ഗോളുകളായാലും അതേപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും പുള്ളിക്ക് ഇമ്പാക്ട് ഉണ്ട്. സാബി അലോൺസോ പേഴ്സണലി ഈ സൈനിങ് പുഷ് ചെയ്താണെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ചെൽസി ഫാൻസ് ഇപ്പോൾ അങ്ങനെ സ്വപ്നം കാണണ്ടാവും ഒരു ബിഗ്ഗസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ. ഹിറ്റായാലേ ഹിറ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതേപോലത്തെ സൈനിങ്സ് മുന്നേയും ചെൽസി ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. എനിക്കും അതേ പറയാനുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈ മോർഗൻ റോജേഴ്സിന്റെ അടുത്ത് കാര്യം എടുത്ത് പറയുകയാണെങ്കിലും പുള്ളിക്ക് അങ്ങനെ 4 സീസണിന്റെ ഇതൊന്നും ഇല്ല. കഴിഞ്ഞ സീസണിൽ കളിച്ചപ്പോൾ അത് ആ കളി കൊണ്ടാണ് ഇംഗ്ലണ്ട് ടീമിലോട്ട് എടുത്തത്. നല്ല കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം ചെൽസിയിൽ എങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉറപ്പായിട്ടും ഡിഫൻഡേഴ്സിന് അതൊരു പണിയായിരിക്കും. അത് കൺഫേം ആണ്. കാരണം പുള്ളിയുടെ കളി കഴിഞ്ഞ സീസണിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളിയാണ്. ഇനി ഏറ്റവും ഷോക്കിംഗ് സ്റ്റോറി, സെക്കൻഡ് വൺ, അലക്സാൻഡ്രോ ഗർണാച്ചോ ആസ്റ്റൺ വില്ല. ലോണാണ്, പക്ഷെ ഓൾമോസ്റ്റ് പെർമനന്റ് ആവുന്നൊക്കെയാണ് ഒബ്ലിഗേഷൻ ക്ലോസ് ഒക്കെ വന്നിട്ടുള്ളത്. ഈ മൂവ് പുഷ് ചെയ്തത് ആരാണ്? സക്ഷാൽ ഉനായ് എമറി. സോ ആക്ച്വലി ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എമറിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ യങ് പ്ലേയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്ത് അതിൽ പുള്ളി എക്സ്പേർട്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൊക്കെ. അപ്പോൾ ഫണ്ണി തിങ് എന്താന്ന് വെച്ചാൽ ഈ വില്ലയിൽ റാഷോഡ് വന്നിരുന്നു, സാൻജോ വന്നിരുന്നു, അപ്പൊ ഗർണാച്ചോ വന്നു. എന്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റീയൂണിയൻ ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. ജോക്സ് അപ്പാർട്ട്, റെഗുലർ ഗെയിം ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഗർണാച്ചോ ഡേഞ്ചറസ് പ്ലെയർ തന്നെയാണ്. പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ആയിരുന്നു പുള്ളി കളിച്ചിരുന്നു യുണൈറ്റഡിൽ, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഇടയിൽ വെച്ച് എന്തൊക്കെ സംഭവിച്ചു, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും, അതെന്തെല്ലാം ആവട്ടെ. അപ്പോൾ ചെൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്ര കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. പ്ലേയിങ് ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ബെനിഫിറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ തേർഡ് ന്യൂസ്, ബ്രസീലിയൻ ലെജൻഡ് കസമിറോ ഒഫീഷ്യലി ഇന്റർ മിയാമിലോട്ട് പോവുകയാണ്. അതായത് ഇനി ഇന്റർ മിയാമിയുടെ മിഡ്ഫീൽഡിൽ പുള്ളി ഉണ്ടാവും, ഫ്രണ്ടിൽ മെസ്സി ഉണ്ടാവും. അപ്പൊ നമുക്കിനി അത് ആ കാഴ്ചയും കൂടെ കാണാം. അതായത് എക്സാക്ട്ലി നമ്മൾ ഇവരെ ഓപ്പോസിറ്റ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക കൂടുതലും. അപ്പൊ ഇനി ഒരുമിച്ചൊരു ടീമിൽ കളിക്കുന്നത് കാണാൻ പറ്റും. MLS ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനായി കളിയുന്നത് കണ്ടിട്ടില്ല MLS-ന്റെ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു യുണൈറ്റഡ് കസമിറോ ഈസ് അവർ ബോയ് എന്നുള്ള രീതിയിലായിരുന്നു. യുണൈറ്റഡ് ഫാൻ പുള്ളി പോകുന്നതിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ ഹിം, അത്രേ പറയാനുള്ളൂ. ഇനി ആർസണൽ ഫാൻസ്, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് റൂമർ ഉണ്ട്. റിപ്പോർട്ട്സ് പ്രകാരം ആർസണലിൽ ബ്രൂണോ ഗുമാർസിനെ ഒരു ഫോർമൽ ബിഡ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർമൽ ബിഡ് എന്നല്ല, ഓൾമോസ്റ്റ് ടോക്സ് ഓൺ ഗോയിങ് അല്ലെങ്കിൽ ആ സ്റ്റേജിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലെയറിന് ഈ മൂവ് ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. ന്യൂകാസിൽ ഇനി എത്രയ്ക്ക് കൊടുക്കും, എത്രയ്ക്ക് വിടും, ഇനി വിടുവോ ഒന്നും അറിയില്ല. പിന്നെ എത്ര മില്യണാണ് ക്ലോസ്, അതൊന്നും എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി. കുറെ ഇങ്ങനെ റൂമേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എത്ര 70 മില്യണൊക്കെയാണ് പറയണത്, അറിയില്ല. വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓൾറെഡി ഡേഞ്ചറസ് ആണ്. അതിന്റെ കൂടെ ഇനി ഒന്നുകൂടെ ശക്തി ആർജിച്ച് പിന്നെ ഒരു ഇതിലോട്ട് പോകും. ആർസണലിൽ ഇനിയും അത് കപ്പ് വീണ്ടും നിലനിർത്താനുള്ള പരിപാടി തന്നെയാണ്, അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സോ നമുക്ക് നോക്കാം അതെന്താ സംഭവിക്കുക എന്നുള്ളത്. ഇനി സം ക്വിക്ക് അപ്ഡേറ്റ്സ്. സമ്മർവില്ലെ അൽ ഹിലാലോട്ട് പോയിരിക്കുകയാണ്. ഒബ്വിയസ്ലി മണി മാറ്റേഴ്സ്. എന്തൊക്കെയായിരുന്നു അവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അൽ ഹിലാലോട്ട് പോയി. അതേപോലെ ജോൺ സ്റ്റോൺസ് ഫ്രീ ഏജന്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ആർസണൽ, ചെൽസി ഒക്കെ ഇൻട്രസ്റ്റ്. കാരണം രണ്ടുപേർക്ക് ഇപ്പം ഈ ഡിഫൻഡേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ സലീബയ്ക്ക് ഇഞ്ചുറി ആണ്, അതുകൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. ചെൽസിയിൽ അതേപോലെ ചലോബൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്ലേയേഴ്സിന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു പ്ലെയറിന്, ഇംഗ്ലീഷ് പ്ലെയറിന് ആവശ്യമുണ്ട്. പിന്നെ 25 പ്ലെയേഴ്സ് മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ചെൽസിയിൽ 38 പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ കുറെ എക്സിറ്റ് വരാൻ പോകുന്നു. എക്സിറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും ചെൽസിയിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, ബെഞ്ചിൽ ഇരുത്തോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും എക്സിറ്റ് വരുന്നുള്ളത് ഉറപ്പാണ്. എൻസോക്കെ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പേഴ്സണലി ഈ വിൻഡോയിലെ സ്മാർട്ടസ്റ്റ് മൂവ് ഗർണാച്ചോ ടു ആസ്റ്റൺ വില്ല. അതങ്ങനെ പറയാൻ കാരണമുണ്ട്, ഒരു ഗാമ്പിൾ ആണ്. അങ്ങനെ ഈ
കറന്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഡീൽ എടുക്കണമെങ്കിൽ ഗാമ്പിൾ തന്നെയാണ്. ചെൽസിയുടെ 117 മില്യൺ ഡീല് മോർഗൻ റോജേഴ്സിന്റെ നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അതങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്മാർട്ടായ രീതി തന്നെ ചൂസ് ചെയ്തത്. അത് നമുക്ക് നോക്കാം, ഇനിയും ട്രാൻസ്ഫേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഇപ്പോൾ ഉള്ളത് വരെയുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ഏതാണ്, അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. എനിക്ക് ഗർണാച്ച ടു ആസ്റ്റൺ വില്ലയായിട്ട് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ളത്. സോ വെയിറ്റ് ആൻഡ് സി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.